So module 3 ഏകദേശം എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ വർഷം വരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വരെ പറയുന്നത് ഇസ് ദി തിയറി ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ യൂസ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് പിറ്റോ ട്യൂബ്. നമുക്കറിയാം പിറ്റോ ട്യൂബ് എന്ന് പറയുന്നത് ബെർണോളിസ് തിയറത്തിൻ്റെ അല്ലെങ്കിൽ ബെർണോളിസ് ഈക്വേഷൻ്റെ ഒരു അപ്ലിക്കേഷൻ ആണ്. It is a device for measuring the velocity of flow of liquid at any point. അതേപോലെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതായത് വെലോസിറ്റി ഓഫ് ഫ്ലോ 0.0 ആവും. അത് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കൺവേർട്ട് ചെയ്ത് കൈനറ്റിക് എനർജി ടു പ്രഷർ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ദെൻ എക്സ്പ്ലെയിൻ HGL ആൻഡ് TEL വിത്ത് മീറ്റർ സ്കെച്ച്, ഹൈഡ്രോ ഗ്രേഡിയൻറ്റും ടോട്ടൽ എനർജി ലൈനും അല്ലേ. അപ്പോൾ അതും ഞാൻ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വി ക്യാൻ മൂവ് ദ നെക്സ്റ്റ് പ്രോബ്ലം. So here, an orifice meter consisting 100 mm diameter orifice in a 250 mm diameter pipe has CD equal to 0.65. The pipe delivers of oil of specific gravity 0.8. The pressure difference in the two sides of the orifice plate is measured by mercury oil differential manometer. If the differential gauge reading is 800 mm of mercury, find the rate of flow of oil through the pipe in liter per second. സോ ഒറിഫൈസ് മീറ്ററിൻ്റെ പ്രോബ്ലം ആണ്. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് റേറ്റ് ഓഫ് ഫ്ലോ, അതായത് ഡിസ്ചാർജ് ആണ്. സോ ഒരു ഒറിഫൈസ് മീറ്ററിൻ്റെ ഡിസ്ചാർജ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് Q ഈക്വൽ ടു CD ഇൻറ്റു A0 A1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A0 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2GH. CD ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. A0വും A1 എന്ന് പറയുന്നത് നമുക്ക് ഒറിഫൈസിൻ്റെയും പൈപ്പിൻ്റെയും ഏരിയകളാണ്. അത് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു G 9.8 ആണ്. H എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഹെഡാണ്. അതായത് ഒരു മാനോമീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മാനോമീറ്ററിൻ്റെ റീഡിങ് നമുക്ക് തന്നിട്ടുണ്ട്. റീഡിങ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയും ക്വസ്റ്റ്യനിൽ തന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡിഫറൻഷ്യൽ ഹെഡ് കണ്ടുപിടിക്കാം. സോ അങ്ങനെ ഡിഫറൻഷ്യൽ ഹെഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് H ഈക്വൽ ടു X ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് water divided by specific gravity of oil minus 1. സോ അത് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. അതേപോലെ D0വും D1ഉം, D0 ഒറിഫൈസിൻ്റെ ഡയമീറ്റർ ആയിട്ടും D1 പൈപ്പിൻ്റെ ഡയമീറ്റർ ആയിട്ടും എടുത്തപ്പം A0വും A1ഉം, അതായത് ഒറിഫൈസിൻ്റെ ഏരിയയും പൈപ്പിൻ്റെ ഏരിയയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. ദെൻ ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് ഇവിടെ നോണബിൾ ആയല്ലോ. ഡയറക്റ്റ് വാല്യൂസ് പുട്ട് ചെയ്തു, ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്തു. കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലായിരിക്കും. അതിനെ നമ്മൾ ഡിവൈഡഡ് ബൈ 10⁻³ ചെയ്താൽ നമുക്ക് അതിന് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം? ലിറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ എന്താണോ പ്രോബ്ലം, അപ്പോൾ ഇവിടെ ഒറിഫൈസ് മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് എന്താണ് കണ്ടുപിടിക്കുന്നത്? ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഓയിൽ, അതായത് ഡിസ്ചാർജ്. ഒറിഫൈസ് മീറ്ററിൻ്റെ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എടുത്ത് എഴുതുക. എന്നിട്ട് അതിൽ എന്തെങ്കിലും ഡാറ്റാസ് കിട്ടാത്തതുണ്ടോ ആ രീതിയിൽ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രോബ്ലം ആൻസർ ചെയ്യാൻ. Then we move to the next problem, that is a partially submerged rectangular orifice is 1 meter wide and 0.8 meter deep. Calculate the discharge tube if the water level on upstream is 4 meter above the upper edge of the orifice and that at the downstream is 0.3 above the lower edge of the orifice. Take CD equal to 0.62. ഇവിടെ നമുക്കറിയാം പാർഷ്യലി സബ്മേർജ്ഡ് ഒറിഫൈസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഫുള്ളി സബ്മേർജ്ഡും ഹാഫ് സബ്മേർജ്ഡിൻ്റെയും ഡിസ്ചാർജുകൾ ആഡ് ചെയ്യുകയാണ്. സോ Q1 plus Q2 ആയിരിക്കും. Q1 എന്ന് പറയുന്നത് CD ഇൻറ്റു B ഇൻറ്റു H2 മൈനസ് H ഇൻറ്റു റൂട്ട് ഓഫ് 2GH. Q2 എന്ന് പറയുന്നത് 2/3 CD ഇൻറ്റു B ഇൻറ്റു റൂട്ട് ഓഫ് 2G ഇൻറ്റു H2⁻³ മൈനസ് H1⁻³. ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാർഷ്യലി സബ്മേർജ്ഡ് ഒറിഫൈസിൻ്റെ ഡിസ്ചാർജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സോ ഇതിൽ നമുക്ക് നോണബിൾ ആയിട്ടുള്ള വാല്യൂസ്, ദാറ്റ് ഈസ് B എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. D എന്ന് പറയുന്നത് 0.8, അതായത് 1 മീറ്റർ വൈഡും 0.8 മീറ്റർ ഡെപ്ത് പറഞ്ഞത്. ദെൻ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ഫ്രം ദ ടോപ്പ് ഓഫ് ദ സർഫസ് ഓഫ് ഒറിഫൈസ്. വാട്ടർ ലെവലിൽ നിന്ന് ഒറിഫൈസിൻ്റെ
ടോപ്പ് ലെവൽ ഹെഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് H1, അത് നമുക്ക് തന്നിട്ടുണ്ട് 4 മീറ്റർ ആയിരുന്നു. സോ എച്ച് എന്ന് പറയുന്നത് H1 പ്ലസ് ആ ഒരു ഒറിഫൈസിൻ്റെ ഡയമീറ്റർ, ദാറ്റ് ഈസ് 4.3 മീറ്റർ ആണ്. H2 എന്ന് പറയുന്നത് H1 പ്ലസ് ഡെപ്ത് ആയിരിക്കും, ഇറ്റ് വിൽ ബി 4.8 മീറ്റർ. സോ H2 കിട്ടി, H കിട്ടി, B അറിയാം, CD അറിയാം. എല്ലാ വാല്യൂസും നോർമൽ ആണ്. ഡയറക്റ്റ് നമ്മൾ Q1 ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു, Q2 പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് ഡിസ്ചാർജ് കാണുന്നു. സിമ്പിൾ സ്റ്റെപ്പാണ്, ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. The next question is, a pipeline with a diameter 18 centimeter and a length 3000 meter connect two open reservoirs of water tank which have the surface elevation of 100 meter and 70 meter above the datum. In order to increase the flow rate between the reservoirs by 20%, it is divided to lay an additional pipe of same diameter in parallel to the first one. The second pipeline is to be originated from the upper reservoir and is to be connected at some suitable point. Determine the point of connection assuming the friction factor as 0.04 for both lines. Neglect minor loss. സോ 2 ടാങ്ക് അല്ലെങ്കിൽ 2 റിസർവോയേഴ്സ് കണക്ട് ചെയ്യാൻ ഒരു പൈപ്പ് യൂസ് ചെയ്തു. ആ പൈപ്പ് യൂസ് ചെയ്തപ്പം ആ ഡിസ്ചാർജ് കൂട്ടാൻ വേണ്ടി ഒരു പാരലായിട്ട് ഇതേ പോർഷനിൽ കണക്ട് ചെയ്ത് ഇവിടെ എത്തുന്ന രീതിയിൽ ഒരു പൈപ്പും കൂടെ കണക്ട് ചെയ്തു. ഇതിൻ്റെ ഡാറ്റം ലെവലിൽ നിന്നുള്ള ഹൈറ്റ് ഡിഫറൻസ് 100ഉം ഇതിൻ്റെത് 70ഉം ആണ്. അപ്പം ഈ 2 റിസർവോയറിൻ്റെയും വാട്ടർ ലെവൽ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 100 മൈനസ് 70 ആയിരിക്കുമല്ലോ. സോ നമുക്ക് D തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, ഡിഫറൻസ് ഓഫ് വാട്ടർ ലെവൽ നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ എഫ്, ഇവിടെ നമുക്ക് എഫ് ഈക്വൽ ടു 4FL_V²/2GD എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഡയറക്റ്റ് H ഈക്വൽ ടു 4FL1V²/2GD1 എന്ന് പറഞ്ഞിട്ട് H കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ള വെലോസിറ്റി മാത്രമാണ്. നമ്മൾ വെലോസിറ്റി കണ്ടുപിടിച്ചു. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ചാർജും കണ്ടുപിടിച്ചു ഫസ്റ്റ് പൈപ്പിൻ്റെ. സെക്കൻഡ് പൈപ്പിൻ്റെയും H ഈക്വൽ ടു 4FL2V²/2GD2 എന്നുള്ള ഇക്വേഷൻ ഉണ്ടായിരുന്ന V2 കണ്ടുപിടിച്ചു. ദെൻ അതിൽ നിന്ന് നമുക്ക് എന്തും കിട്ടും, Q2 കിട്ടും, ഡിസ്ചാർജും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ടോട്ടൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് Q1 പ്ലസ് 20% ഓഫ് Q1 പ്ലസ് Q1 ആയിരിക്കും അല്ലേ. ഈ Q2 എന്ന് പറയുന്നത് ഫസ്റ്റിലത്തേൻ്റെ കൂടെ 20% ആഡ് ചെയ്തതാണല്ലോ. സോ Q1 പ്ലസ് 20% ഓഫ് Q1 പ്ലസ് Q2. സോ ടോട്ടൽ ഡിസ്ചാർജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ സിമ്പിളാണ്. ഫ്രിക്ഷൻ ലോസ് ഓഫ് ഹെഡിൻ്റെ ഇക്വേഷൻ 4FL_V²/2GD, അത് ഫസ്റ്റ് പൈപ്പിൻ്റെയും സെക്കൻഡ് പൈപ്പിൻ്റെയും കണ്ടുപിടിക്കുമ്പോൾ അതിൽ അൺനോൺ ആയിട്ടുള്ള വെലോസിറ്റി V1ഉം വെലോസിറ്റി V2ഉം കിട്ടും. വെലോസിറ്റി V1 കിട്ടിയാൽ നമുക്ക് Q1 ഫസ്റ്റ് പൈപ്പിൻ്റെ ഡിസ്ചാർജ് കാണാം. ദെൻ സെക്കൻഡ് പൈപ്പിൻ്റെ ഡിസ്ചാർജ് കാണാൻ Q2ഉം വെച്ച് ചെയ്ത് കിട്ടും. പക്ഷേ Q2 എന്ന് പറയുന്നത് Q1 പ്ലസ് 20% ഓഫ് Q1 ആണ്. സോ അത് നമ്മൾ ഡയറക്റ്റ് കാണേണ്ട ആവശ്യമില്ല, Q2 കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് Q കാണാൻ Q1 പ്ലസ് 20% ഓഫ് Q1 കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം, a pipeline carrying oil of specific gravity 0.8 changes in diameter from 300 mm at a position A to 500 mm diameter at position B, which is 5 meter above at a higher level. If the pressure at A and B are 19.62 Newton per centimeter square and 14.96 Newton per centimeter square respectively, and the discharge is 150 liter per second, determine the loss of head and direction of flow. So ഇവിടെ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, ഡയമീറ്റർ തന്നിട്ടുണ്ട്, D1 D2, അതേപോലെ രണ്ടും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് 5 മീറ്റർ ആണ് തന്നിട്ടുണ്ട്, PA PB ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. ഈ 2 പോയിന്റിലും നമ്മൾ ബെർണോളീസ് തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി എയിലും ബിയിലും അപ്ലൈ ചെയ്യുമ്പോൾ P
PA by rho G plus PBA square by 2G plus ZA equal to PB rho G plus VB square by 2G plus Z2 ZB plus head loss എന്ന് വരും. ഇതിൽ നമുക്ക് PA by rho G നമുക്ക് കണ്ടുപിടിക്കാം. VA എന്ന് പറയുന്നത് Q by discharge by area ആയിരിക്കും, അതും കണ്ടുപിടിക്കാം. VA square by 2G എന്ന് പറയുന്നതും കണ്ടുപിടിക്കാം. ZA എന്ന് പറയുന്നത് എയുടെ കേസിൽ 0 ആയിരിക്കും, ബിയുടെ കേസിൽ 5 ആയിരിക്കും. 5 മീറ്റർ ഡിസ്റ്റൻസ് എന്നല്ലേ പറഞ്ഞത്, ഹൈ ഡിഫറൻസ്. ദെൻ ഇതേപോലെ എന്തും കണ്ടുപിടിച്ചു, PB by rho G, VB square by 2G കണ്ടുപിടിച്ചു. ദെൻ ഈ വാല്യൂസ് ഒക്കെ ഈ ഇക്വേഷനിൽ പുട്ട് ചെയ്യുമ്പം ഇവിടെ അൺനോൺ ആയിട്ടുള്ള വാല്യൂ HL ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് HLന്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ HL ഈക്വൽ ടു പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടി. ഇവിടെ ടോട്ടൽ എനർജി ഈ എ എന്ന് പറയുന്നത് ടോട്ടൽ എനർജി ഈ ബിനേക്കാളും കൂടുതലാണ്. സോ ഇവിടെ ഡയറക്ഷൻ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കായിരിക്കും. ഇവിടെ എയുടെ ടോട്ടൽ എനർജിയാണ്, ഇത് ബിയുടെ ടോട്ടൽ എനർജിയാണ്. സോ എയുടെ ടോട്ടൽ എനർജിയാണ് ഹയർ, അതുകൊണ്ട് എയിൽ നിന്ന് ബിയിലേക്കായിരിക്കും ഡയറക്ഷൻ ഓഫ് ഫ്ലോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതായിരിക്കും. The next problem is venturimeter is used for measuring the flow of petrol in a pipeline inclined at a 35° to the horizontal. The specific gravity of petrol is 0.81 and throat area ratio is 4. The difference in mercury level in the gauge is 50 mm. Calculate the flow liter per hour if the pipe diameter is 0.3 and coefficient 0.975. ഇവിടെ ഒരു വെഞ്ചൂരിമീറ്ററിന്റെ പ്രോബ്ലം ആണല്ലേ നമുക്ക് തന്നിട്ടുള്ളത്. സോ ഒരു വെഞ്ചൂരിമീറ്ററിന്റെ പ്രോബ്ലത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് CD ഇൻറ്റു A1A2 ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2GH. ബട്ട് ഇവിടെ നമുക്ക് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു വെഞ്ചൂരിമീറ്റർ ആണ്. ഇങ്ങനെ ഒരു വെഞ്ചൂരിമീറ്ററിൽ ഈ ത്രോട്ടും ഇൻലെറ്റും തമ്മിൽ ഞാൻ എന്ത് ചെയ്തു, ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തു, ഒരു യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്തു. ഇവിടെ ഒരു സെക്ഷൻ 1ഉം ഇവിടെ ഒരു സെക്ഷൻ 2 എടുത്തു. ഈ 1ലും 2ലും ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി P1 by rho G plus V1 square by 2G plus Z1 equal to P2 by rho G plus V2 square by 2G plus Z2 എന്ന് വരും. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ P1 by rho G plus Z1 minus P2 by rho G plus Z2 is equal to V2 square by 2G minus V1 square by 2G എന്ന് പറയും. ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് 0.785 ആണ്. നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടെന്നല്ല, നമുക്ക് എച്ച് കണ്ടുപിടിക്കാൻ പറ്റും, കാരണം എക്സ് തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഹയർ, അതായത് വാട്ടർ ഡിവൈഡഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് പെട്രോൾ മൈനസ് 1 ചെയ്താൽ നമുക്ക് അവിടെയുള്ള ഡിഫറൻസ് കാണാൻ പറ്റും, ആ പ്രഷർ ഡിഫറൻസ് കാണാൻ പറ്റും. അതാണ് എന്തെന്ന് പറയുന്നത്, ഈ P1 by rho G പ്ലസ് Z1 മൈനസ് P2 by rho G പ്ലസ് Z2 എന്ന് പറയുന്നത്. അപ്പം അത് കിട്ടിയല്ലോ. സോ ഇത് ഈക്വൽ ടു V2 സ്ക്വയർ ബൈ 2G മൈനസ് V1 സ്ക്വയർ ബൈ 2G എന്ന് എഴുതാം. സോ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ V2 മൈനസ് V1 ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് 15.4 എന്ന് പറയാം. ഫസ്റ്റിൽ നമുക്ക് തന്നിട്ടുണ്ട് A1 by A2 എന്ന് പറയുന്നതിന് ഒരു റേഷ്യോ ഉണ്ട്, 4 എന്നാണത്. സോ A1 ഈക്വൽ ടു 4 A2 എന്ന് എഴുതാലോ. സോ V1 ഇൻറ്റു A1 ഈക്വൽ ടു V2 ഇൻറ്റു A2 ആണെന്ന് നമുക്കറിയാം. സോ അതിൽ നിന്ന് A1ന്റെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുക്കുന്നു, 4A2 കൊടുക്കുന്നു. സോ 4V1 ഈസ് ഈക്വൽ ടു V2 എന്ന് എഴുതാൻ പറ്റും. സോ ഈ വാല്യൂ ഒന്ന് ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി 15.4 ഈസ് ഈക്വൽ ടു 15V1 സ്ക്വയർ എന്ന് വരും. ദെൻ V1 ഈക്വൽ ടു 1.1013 മീറ്റർ പെർ സെക്കൻഡ്. സ്വാഭാവികമായിട്ടും V2 ഈക്വൽ ടു 4 ടൈംസ് ഓഫ് V1 ആണ്. സോ 4.05 എന്ന് വരും. ഡയറക്റ്റ് നമുക്ക് V1ൻ്റെയും V2ൻ്റെയും വാല്യൂ കിട്ടിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം, an orifice in the side of the large tank is rectangular shape, 1.2 meter wide and 0.7 meter deep. The water level on the one side of the orifice is 1.2 meter above the top of the edge and the water level on the other side of the orifice is 0.25 below the top edge. Compute the discharge.
ഓറിഫൈസ് മീറ്ററിൻ്റെ ഡിസ്ചാർജ് കാണാനുള്ള ഇക്വേഷൻ എഴുതി അതിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. ഡയറക്റ്റ് വാല്യൂസ് ഉണ്ട് നമ്മളെ കയ്യിൽ. അതിൽ